ഹലോ വെയിറ്റ്. ഹലോ 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 സുഹൃത്തെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ആൻഡ് യു ആർ വാച്ചിങ് ദ ഗ്രേറ്റ് അഞ്ജന ബാലൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ മുതൽ ഇത് നമ്മുടെ ഇൻട്രോഡക്റ്റ് ആണ് ആലോചിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കുറച്ച് സാധനങ്ങൾ കാണിക്കാൻ പോവാണ്. സാധനങ്ങൾ. ഓക്കെ, ഇതിലാണ് സാധനങ്ങൾ ഉള്ളത്. നിങ്ങൾ വിചാരിക്കോ പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു വരുന്ന ആഭരണങ്ങൾ കാണിക്കാൻ പോവുകയാണോ? അല്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ കുറേ നാൾ, അതായത് ഞാൻ ഒരു എത്രാം ക്ലാസ് മുതലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറേ മുന്നേ തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഞാനൊരു പണ്ട് മുതലേ സൂക്ഷിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കരുത്. എനിക്ക് എന്തെങ്കിലും സാധനം കിട്ടി രണ്ടിനെന്ന് ഞാൻ കയ്യിൽ നശിപ്പിച്ച് കൊടുക്കും. അങ്ങനല്ല, എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മകൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് തരുന്നത്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഈ പെട്ടിക്കകത്ത് അല്ലാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചത്, വേറെ പെട്ടിക്കകത്തായിരുന്നു സൂക്ഷിച്ചു വെച്ചത്. പക്ഷേ ഈ ഇടയ്ക്കാണ് ഈ പെട്ടിയിലൂടെ ഞാൻ സാധനങ്ങളെല്ലാം മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനകത്തിലെ ഈ പെട്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നും ഇത് ആരൊക്കെ തന്നെന്നും ഇതുമായിട്ട് എനിക്ക് എന്താണ് ഓർമ്മ, എൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഓർമ്മ എന്താണെന്നും എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര മതി. ഇത് എഡിറ്റിംഗ് ഒക്കെ ഇത്ര മാത്രം മതി. ഓക്കെ, അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾ സാവകാശം ഇരുന്ന് കാണുക, എല്ലാം കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി, പിന്നെയും പറയുന്നത് മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ വന്നിട്ട് ഞാൻ ഓൾറെഡി ഇതൊരു വീഡിയോ എടുത്ത് തുടങ്ങിയായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് ബോധിച്ചില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും വീഡിയോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം അളിച്ച് പൊളിച്ച് ഞാൻ വാരി കിറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ 2 പാർട്ടായിരിക്കും ഇത്. കാരണം ഒരു ഇതിനകത്ത് തികയത്തില്ലായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് പാർട്ടിന് വേണ്ടി കമൻറ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞാനും വീഡിയോ ഇടും. അല്ല, ചെയ്തില്ലെങ്കിലും ഞാൻ വീണ്ടും ഇടും. ഓക്കെ, ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടും കേട്ടോ. കാരണം എനിക്കിത് നിങ്ങളുടെ അടുത്ത് പറയണം. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഇരുന്നൊരു സംഭവമായിരുന്നു. ഇതെടുത്ത് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. ഇത് വന്നിട്ട് എൻ്റെ ഫ്രണ്ട്. ഇതിനാദ്യം ഇത് വേണമല്ലോ. ഇതെന്നിട്ട് അത് വേണ്ട. ഇതില്ലാത്ത, ഇത് കുഞ്ഞുനാളിൽ കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത, ഈ പാട്ട് ഉണ്ടാക്കിയാണ്. ഈ പാട്ടുകൾ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എനിക്ക് പറഞ്ഞോട്ടെ, പക്ഷേ ഇത് ഇല്ലാത്തവരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുഞ്ഞുനാളിൽ ഇത് വെച്ച് ഒരു പ്രാവശ്യമെങ്കിലും കളിച്ചവരെങ്കിലും കാണുമായിരിക്കും. ഇല്ലാത്തവരും കാണുമായിരിക്കും, കളിച്ചവരും കാണുമായിരിക്കും. ഞാൻ ഇത് വെച്ച് കളിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഉത്സവത്തിന് എനിക്ക് +1 +2 പഠിക്കുമ്പോൾ മേടിച്ച് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇത് വന്നിട്ട് ഏതൊരു കൊരിങ്ങിച്ച് എനിക്ക് മേടിച്ച് തന്നെ നന്നായിട്ടറിയാം. അവളുടെ ഫാമിലിയിൽ ഒരു ഫാമിലി ടൂർ പോയ സമയത്ത്, ഫാമിലിയിൽ നിന്നൊരു ടൂർ പോയ സമയത്ത് എനിക്ക് മേടിച്ചിട്ട് വന്നതാണ്. കണ്ട അവളെപ്പോഴും പറയും ഇത് കാണുമ്പോഴെങ്കിലും അവളെ ആലോചിക്കണമെന്ന്. പിന്നെ ഇത് കണ്ട അവളെ ആലോചിക്കാതിരിക്കുമോ? നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് എനിക്ക് ഫസ്റ്റ് ഞാൻ സ്വിഗ്ഗിന്ന് കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ സ്വിഗ്ഗിന്ന് കഴിക്കുന്നത്. ഇത് വന്നിട്ട് അണ്ണു എനിക്ക് മേടിച്ച് തന്നെയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ചെന്നപ്പോൾ എനിക്ക് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത് തന്നതാണ്. അതിന് ഒരു കവറൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയോ പെട്ട് കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ കാണിക്കാം. 2 മേടിച്ച് തന്നായിരുന്നു കേട്ടോ. ഇത് 2 ഞാൻ തന്നെ അല്ല, ഒരെണ്ണം ഞങ്ങൾ ചേച്ചിമാരെല്ലാം ഞങ്ങൾ പങ്കിട്ടുന്നു. ഒരെണ്ണം ഞാൻ ആദ്യം കാണാതെ ഒറ്റയ്ക്ക് തന്നെ. എനിക്ക് ഒറ്റയ്ക്ക് തരുന്ന സ്വഭാവം ഭയങ്കര ഉള്ളതായിട്ടുള്ള. എന്ത് സാധനം മേടിച്ചാലും 2 മേടിച്ചാലും അത് ഒരെണ്ണം ഞാൻ ഒറ്റയ്ക്ക് തിന്നും. ബാക്കി ഒരെണ്ണം വന്ന് ഞങ്ങൾ എല്ലാവരും വീതിച്ച് തിന്നും. വീട്ടിലായാലും അങ്ങനെ തന്നെ, എവിടെ പോയാലും അങ്ങനെ തന്നെ. എന്താണെന്ന് അറിയത്തില്ല, നിഷ്കളങ്കമാണ്. എല്ലാവർക്കും എല്ലാം കൊടുക്കും, പിന്നെ കൂടുതൽ ഞാനും തിന്നും, അത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് എൻ്റെ ചേച്ചീൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ എനിക്കും ചേച്ചിയും മേടിച്ചു തന്നായിരുന്നു. എനിക്ക് മേടിച്ചു തന്നതിൻ്റെ കവറാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
കാണുന്നുണ്ട്. അതിന് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നേ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇത് തുറക്ക്. ഓക്കെ, കണ്ട ഇത് വന്നിട്ട് എൻ്റെ ചേച്ചി ഓക്കെ, കുറേ പേര് ഞാൻ പറഞ്ഞു കേട്ടുണ്ട്, 2 ചേച്ചിമാരല്ലേ, ഭാഗ്യമല്ലേ, മേടിച്ചെല്ലാം തരുമല്ലോ. ശരി, അവർ മേടിച്ച് തരാറുണ്ട്. പക്ഷെ അവർ ടൂറൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പണ്ട് അവർ ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെയായിരുന്നു എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് തരുന്നത്. ഇത് വന്നിട്ട് പക്ഷേ എൻ്റെ ചേച്ചി അവൾ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു കടയിൽ കയറിയപ്പോൾ എനിക്ക് വേണ്ടി മേടിച്ചിട്ട് വന്ന 2 ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പായിരുന്നു. ഒരെണ്ണം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ചോദിക്കരുത്. പിന്നെ ഇത് എൻ്റെ 7, 8, 9 ഫോട്ടോ കാണിക്കുന്നില്ല കേട്ടോ, അടങ്ങിയിരി. ആധാർ കാർഡിൽ ഇതിലെ നല്ല ഫോട്ടോയാ. 7, 8, 9 കാലഘട്ടങ്ങളിലെ ID കാർഡുകളാണിത്. അങ്ങനെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ നോക്കണ്ട. ഈ സത്യമായിട്ട് ഇതിലും നല്ല ഫോട്ടോയാണ് ആധാർ കാർഡിൽ. ഒരു സൈഡിൽ മറ്റേ റോസാപ്പൂക്കെ വെച്ചിട്ട് എടുത്തേക്കുന്നത്, മറ്റേ ഒരുമാതിരി ചെമ്പരത്തിപ്പൂക്കെ ചെവി വെച്ചിരിക്കുന്ന എൻ്റെ കൂട്ട്. 9ാം ക്ലാസ്സിലെ ഫോട്ടോ നോക്കാം, ഞാൻ കാണിക്കത്തില്ല. ഓക്കെ, ഇത് 7ലെ, ഇത് 8ലെ, ഇത് 9ലെ. പിന്നെ 10ലെ കൊറോണയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോലും പോയിട്ടില്ല. പിന്നെ ID കാർഡ് കിട്ടുന്നത് പിന്നെ +1 +2 ഞങ്ങൾക്ക് ID കാർഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നായിരുന്നു. പേപ്പറും പിന്നെ പുറത്തൊരു പ്ലാസ്റ്റിക്കിന്റെ കവറും, അതായിരുന്നു ഞങ്ങളുടെ ID കാർഡ്. അല്ലാണ്ട് കഴുത്തിലൂടെ തൂക്കിയിടുന്നൊരു സംഭവമൊന്നും അല്ലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഈ അമ്മച്ചി ഉടുപ്പും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് എൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ട്സ് ചേച്ചിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഇതിൻ്റെ അടിയിലൊരു കപ്പ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ മണ്ടേ കുറേ പൂവുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നശിച്ചപ്പം ചേച്ചി ഇത് പറഞ്ഞ് നീ ഇതെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തേ. ഞാൻ കട്ടെടുക്കാറില്ല കേട്ടോ, എനിക്ക് ഞാൻ തന്നാൽ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ വന്നിട്ട് ഇതാ എൻ്റെ ഒരു കിലോ നഖം കാണാം. 4 നഖങ്ങൾ. ഞാൻ നഖം വളർത്തുന്ന ഒരാളല്ല. ഞാനാണെങ്കിൽ ഈ നെയിൽ പോളിഷ് ഒക്കെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ട് പിള്ളേരൊക്കെ ഓരോ ഡ്രസ്സിനനുസരിച്ച് മാറി അടിച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ വർഷത്തിൽ ഒരിക്കൽ നെയിൽ പോളിഷ് അടിച്ചാലായി, അടിച്ചില്ലേലായി. ഇങ്ങനെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഒരിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് എന്തോ ഭയങ്കര നഖം വളർത്തണം, നെയിൽ പോളിഷ് ഇടണം എന്നൊക്കെ ഒരു സംഭവം വന്നായിരുന്നേ. ഇപ്പോഴെനിക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ ഒരിടയ്ക്ക് എനിക്കൊരു നഖം വളർത്തുകയും ചെയ്തായിരുന്നു ആ ഇടയ്ക്ക്. അപ്പം ഞാൻ നഖം വളർത്തിയ എൻ്റെ ഫസ്റ്റ് നഖം വളർത്തുന്ന നഖങ്ങളാണ് കേട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് വളർത്തുന്ന നഖങ്ങൾ മറ്റേ ഒരുമാതിരി ഒരു ഉർവശിച്ചൊരു സിനിമയുണ്ടല്ലോ, ഞാൻ ഇത് ആദ്യം ഉപയോഗിച്ച ബ്രഷാണ്, ഞാനിത് ആദ്യം എറിഞ്ഞ കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തോന്നുന്നു എനിക്ക്. ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് വളർത്തിയ നഖങ്ങളാണ്. എന്തുകൊണ്ട് ഞാൻ നഖം മുറിച്ചു എന്നതിന് ഒറ്റ ഉദാഹരണം ഈ നഖം ഞാൻ കാണിച്ചു തരാം. എവിടെയോ പോയി. ഓക്കെ, അതെ, എൻ്റെ നഖത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. കൈ ഒന്ന് ചൊറിയ ഇതിങ്ങനെ മടങ്ങും, നല്ല കണ്ടോ, മടങ്ങി ഓടിക്കാൻ പറ്റും നമുക്ക്. ഓടിക്കാൻ പറ്റത്തില്ല, മടങ്ങും, ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ എവിടെയെങ്കിലും ചൊറിയുവാണെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ചൊറിച്ചിലിനൊരു ഫീല് വരത്തില്ല. ഇങ്ങനെ ആ നഖം അങ്ങ് മടങ്ങി പോവും. ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അതങ്ങ് വെട്ടിക്കളഞ്ഞാണ്. ഇപ്പൊ ഇങ്ങനെങ്കിലും ചൊറിയാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ചൊറിയുന്ന ഒരു അനുഭവമേ ഇല്ല. നമ്മൾ എന്തിനോ വേണ്ടി കൈയിട്ട് അനക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് വെട്ടിക്കളയുന്നത്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് ഞാൻ പിന്നെയും വളർത്തിയായിരുന്നു. ഞാൻ വെച്ചാൽ ആദ്യം വളർത്തുന്ന നഖം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനെ പ്രശ്നം വരുന്നത്. രണ്ടാമത് വളർത്തുമ്പം ശരിക്കും ആവുമോ. പക്ഷെ രണ്ടാമത് ഞാൻ നഖം വളർത്തിയപ്പോഴും പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ മടങ്ങി പോകാറുണ്ട് നഖങ്ങൾ കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതെൻ്റെ ചേച്ചീൻ്റെ കുഞ്ഞിൻ്റെ, അതായത് കൊച്ചൻ്റെ മോൻ്റെ കരിവളയാണ്. ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് അവൻ ഒരു വാലറ്റ് മേടിച്ചപ്പോൾ ഇതിനകത്ത് കിട്ടിയ കുറേ പേപ്പറുകൾ. ഞങ്ങൾ ആദ്യമായിട്ട് അന്നായിരുന്നു പരിചയപ്പെടുന്നത്. അപ്പം അന്ന് കിട്ടിയ പേപ്പർ, അപ്പം അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം കുറേ അപ്പങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, സോറി.
അപ്പം അതിനന്ന് കിട്ടിയ കുറേ പേപ്പർ അവൻ എനിക്ക് തന്നതാണ്, ഗിഫ്റ്റ് എന്ന് പറഞ്ഞു തന്നെയാണ്. അന്ന് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇതാണ് ടൊമാറ്റോ മുറുകിൻ്റെ കവർ. ഇത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് രാത്രി എഴുന്നേറ്റ് പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ കറക്റ്റ് 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങണം എനിക്ക്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആണെങ്കിലും കിടന്നുറങ്ങണം. പക്ഷെ പഠിക്കുന്ന സമയത്ത് എനിക്ക് രാത്രി കറക്റ്റ് 10 മണിക്ക് കിടന്നുറങ്ങണം. അതിനുശേഷം പിന്നെ എപ്പോൾ എണീറ്റാലും ഞാൻ ഇരുന്ന് പഠിക്കും. 10 മണിക്ക് കിടന്നുറങ്ങി 11 മണിക്ക് എണീറ്റാലും ഞാൻ പഠിക്കും. എനിക്ക് ആ ഒരു 10 മണിക്ക് ഉറങ്ങിയാൽ മാത്രം മതി. പഠിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പക്ഷേ ഞാൻ 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. ചില സമയത്ത് വീഡിയോൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീഡിയോൻ്റെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും, അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കായിരിക്കും. പക്ഷെ പണ്ടൊക്കെ മീൻസ് ഒരു വർഷത്തിനൊക്കെ മുന്നേ എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ എന്താ പറയുക, 12 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്ന എനിക്ക് നന്നായിട്ട് വിശക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് തിന്നും. ഞാൻ 12 മണിക്കൊക്കെ എണീറ്റിരുന്ന് കുഴിമന്തി തിന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഫ്രൈഡ് റൈസും ബിരിയാണി തിന്നുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ കുഴിമന്തി എന്തോ അമ്മ ഒരു വട്ടം ഇങ്ങനെ മേടിച്ചിട്ട് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അതപ്പോൾ ഞാൻ 12 മണിക്ക് എഴുന്നേറ്റിരുന്ന് തണുത്ത കുഴിമന്തിയാണെന്ന് ആലോചിച്ചോണം. തണുത്ത കുഴിമന്തി മയണൈസും കൂട്ടിയിരുന്നത് തിന്നെ 12 മണിക്ക്, രാത്രി 12 മണിക്ക് കേട്ടോ, അല്ലൊന്നും തേക്കാതെ. ഓക്കെ, താണ്ടെ. അപ്പം അങ്ങനെ സമയത്ത് ഞാനാണെങ്കിൽ അമ്മയും അച്ഛനൊന്നും അറിയാതെ കടയിൽ പോയി ടൊമാറ്റോ മുറുക്ക് മേടിച്ചിട്ട് രാത്രി 12 മണിക്ക് ഇരുന്ന് തിന്ന ആളാണ് ഞാൻ. 12 മണിക്ക് 2 മണിക്കൊക്കെ ഇരുന്ന് ടൊമാറ്റോ മുറുക്ക് കേട്ടോ. അതിൻ്റെ കവറാണ്, അതിൻ്റെ കവർ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, 2 പാർട്ടായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും. ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് എന്നൊന്നും പറയണ്ട, അവളെ കൊണ്ട് തന്ന് ഞാൻ മേടിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഗിഫ്റ്റ് ചെയ്തു എന്നൊന്നുമല്ല, അവൾ കൊണ്ട് തന്ന് ഞാൻ മേടിച്ചു. ഇതെന്തോ സംഭവം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അന്ന് അവൾ കൊണ്ട് തന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ മേടിച്ചു. ഇതിലൊരു റെഡ് കളറും ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയോ കളഞ്ഞു പോയി, എനിക്കറിഞ്ഞൂടാ. പിന്നെ വന്നിട്ട് ചോക്കാണ്. ഓക്കെ, ഇതോട്ടിരിക്കട്ടെ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം, പിന്നെ എപ്പോഴും പറയാം. ഓക്കെ, പിന്നെ വന്നിട്ട് ഒരു പൂവാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫ്രണ്ട് കൊടുത്തത്. അപ്പോൾ അവൾ അതെനിക്ക് തന്നു. അപ്പോൾ ഞാൻ അന്നത് സൂക്ഷിച്ചു വെച്ചാണ്. അന്നത് സൂക്ഷിച്ചു ഒരു ബുക്കിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ച് അത് ഇങ്ങനെ കരിഞ്ഞുണങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി വെച്ച്. നെക്സ്റ്റ് വന്നിട്ട് പിന്നെ കുറേ കാർഡ്സ് ഉണ്ട് കേട്ടോ. അല്ല, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. മറ്റേ ഞാൻ പറഞ്ഞില്ല, 2 എണ്ണത്തിൽ ഒരു കവർ താണ്ടേ. ഇത് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന, നല്ല ടേസ്റ്റ് ആയിരുന്നു. മറ്റേ റെഡ് ഓറിയോ അല്ല, ഇതിനകത്ത് പൊടിച്ച് അകത്തൊക്കെ കിടക്കുമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് എന്താ, പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ഞാൻ കട്ടെടുത്തെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആരും കാണാതെ പെറുക്കി എടുത്തെന്നൊക്കെ പറയാം. കുറേ പേരൊക്കെ പറയാം ആക്രി ഇറക്കുവാന്ന്. പക്ഷെ എനിക്കിതൊക്കെ എന്ന് പറയുമ്പോൾ എന്താ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കൊള്ളാമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പോരും. അപ്പം ഞാൻ ഇതുകൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്താം. ഇതെന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കാണിക്കാം നിങ്ങളെ. ഓക്കെ, അപ്പം ഇതെൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ ഒരു 7, 8, 9 ആ സമയത്ത് ഒക്കെ എൻ്റെ ബർത്ത്ഡേക്ക് തന്ന കാർഡ്സാണ്. കാർഡ്സ് മീൻസ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ കീറിയൊക്കെ പോയി, ക്ഷമിക്കണം. കാരണം വർഷങ്ങളുടെ പഴക്കമുള്ള സാധനമാണ്, പുരാതന വസ്തുക്കളായിട്ട് ഇതാക്കി വെക്കാം. 4-5 വർഷം പഴക്കമുള്ളതാണ്. എൻ്റെ ഞാൻ ഇതെല്ലാം ഒരു പെട്ടിക്കകത്താണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അതിനകത്ത് എന്തോ കയറി ഉറുമ്പെന്താ കയറി എന്തോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കയറിപ്പോയതാണ്. ഓക്കെ, അപ്പം ഇത് ആരെ തന്നെന്ന് എനിക്ക് കറക്റ്റ് ചിലതൊക്കെ ആരാണെന്ന് ഓർമ്മയുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ കുറേ ഫേവറേറ്റ് മാത്രം ഉണ്ടായിരുന്നതൊന്നും ഓർമ്മയില്ല. കണ്ടാ ഇതൊക്കെ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അവർ സ്വന്തമായിട്ട് അവരിങ്ങനെ ചെയ്തു തരുന്നതാണ്. അതുകൊണ്ടൊക്കെ ഞാൻ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇതിനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നു, അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കാര്യമല്ലേ. നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ വന്ന് എഴുതുന്നു, ഒരു സമയം കളയുന്നു നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്കൊരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട്. അല്ലാണ്ടേ
ഇതും അതുപോലെ ഒന്നാണ്. ഹാപ്പി ബർത്ത്ഡേ അഞ്ജന കുട്ടി മുത്തേ വിത്ത് എ ഗ്രേറ്റ് സ്മൈൽ. ഇത് വന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ തുറക്കുമ്പോഴേ ഇങ്ങനെ പൊന്തി വരുന്ന സാധനമായിരുന്നു. പണ്ടത്തെ ട്രെൻഡായിരുന്നു ഇത്. അതിനകത്ത് എഴുതിയിട്ടുള്ളതാണ്ടേ, എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കാം. ഹായ് അഞ്ജന, നിനക്ക് എൻ്റെ സ്നേഹം നേർന്ന നല്ലൊരു ജന്മദിനാശംസകൾ. ഐ ലവ് യു സോ മച്ച്. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഹാപ്പി ബർത്ത്ഡേ മോളു, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഒരു കേക്ക് വന്നിട്ട് കട്ട കേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് ഞാൻ മുറിച്ച് തിന്നെയായിരുന്നു, അവൾക്കും കൊടുത്തായിരുന്നു. നമ്മളുടെ സൗഹൃദ ബന്ധം ഒരിക്കലും തകരുത്. എപ്പോഴും ഒട്ടിയിരിക്കുന്ന റബ്ബറിന്റെ 2 വശങ്ങളായിരിക്കണം നമ്മൾ മുത്തി. ഉമ്മ ഉമ്മ ഉമ്മ. ഓക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെ ബാക്കിൽ കണ്ടൊരു ചെടിയും പൂച്ചട്ടിയൊക്കെ ഉണ്ട്. കണ്ടോ വഞ്ചന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൾ അത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാക്കിയിട്ടുണ്ട്. കണ്ട തുറക്കുമ്പോഴേ കണ്ടാ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പൊന്തി ഇവിടെ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ പൊന്തി കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമായിരുന്നു. ഓക്കെ, അത് എനിക്കൊരു ഫ്രണ്ട് തന്നെയാണ്. ഇതും അതിൻ്റെയൊക്കെ ബാലൻസ് ആണ്. മറ്റേ ആദ്യം ഞാൻ കാണിച്ചില്ലേ ഹാപ്പി ബർത്ത് ഡേ മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അതാണ്ടേ ബർത്ത്, ഹാപ്പി ബർത്ത്, പിന്നെ ഒരു ഡേ കൂടെ ഉണ്ട്. ഞാൻ ആദ്യം കാണിച്ച ഡേ ഇതാണ്ട് ഡേ 3 പേപ്പറിലായിരുന്നു. അതെന്തോ സാധനം അതിനകത്തൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താണ്ടേ ഇത് വന്നിട്ട് ഇതിങ്ങനെയാണ് ഹാപ്പി. ചിലതൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നേ ബർത്ത്ഡേക്കൊക്കെ ഓരോരുത്തരെങ്കിൽ തരുന്ന ഒത്തിരി സാധനങ്ങൾ. പക്ഷെ ചിലതൊക്കെ ഞാൻ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും തിന്നാൻ തരുവാണെങ്കിൽ അപ്പോഴേ തിന്നിട്ട് കവറെടുത്തുകളെയും പെട്ടെന്ന് ഓർക്കത്തില്ല. പക്ഷെ കുറേയൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയാണത്. ഓക്കെ, പിന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ തന്നേക്ക് ഇങ്ങനെ ആലോചിക്കും. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട്, അവൻ എനിക്ക് ഉണ്ടാക്കി തന്നെയായിരുന്നു ഒരു തവള. ഓക്കെ, പിന്നെ ഇത് ഞങ്ങളുടെ അഞ്ചേച്ചീൻ്റെ അതിനകത്തെങ്ങാണ്ട് ഇരുന്നതാ, ഞാൻ എടുത്തതാ. പിന്നെ ഇതും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നെയാണ്. വെള്ളം ഇത് കാണാൻ പറ്റുന്നുണ്ടോ? വെള്ളം ഞാൻ പഠിച്ചു ഫോക്കസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന്. നെക്സ്റ്റ് ആണ് പിന്നെ അത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സംഭവമുണ്ട്. ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം, കാരണം ഈ വീഡിയോ നല്ല ലോങ് ആണ്. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് ബാലൻസ് കാണിക്കാം നിങ്ങളെ. അപ്പോൾ മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ദെൻ ആ ബെൽ ബട്ടൺ ഡിസ്ക അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. കേട്ടോ പറഞ്ഞേ? പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാക്കിയാണ് കുഴയും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഴയുന്ന കേട്ടോ, അത് കാര്യമൊക്കെ ഉണ്ട. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തരിക. പിന്നെ അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ദയവ് ചെയ്ത് തെറി വിളിക്കാതിരിക്കുക. പിന്നെ നിനക്കൊന്നും വേറെ പണിയില്ലേ, നീയൊക്കെ എന്തോത്തിനും എടുക്കുക ഇതൊക്കെ വെച്ചിട്ട് പോടി, അങ്ങനെയൊക്കെയുള്ള കമൻറ്റ് വരുന്നവരോട് ഒന്നും പറയുന്നില്ല. കാരണം വേറൊരു പണിയില്ലാത്തതുകൊണ്ടാണ്, സത്യമാണ്. പിന്നെന്താ, പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.